ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്നൊരു റെസിപ്പി ആയിട്ടോ വന്നത്. കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, ഇപ്പോഴത്തെ വൈറലായിട്ടുള്ള ബിസ്കോഫ് ചീസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നത്. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ, ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് വേണം, പിന്നെ മിൽക്ക്, ഫ്രഷ് ക്രീം, കണ്ടൻസ്ഡ് മിൽക്ക്, പനീർ, ബട്ടർ, വെൽ എക്സ്ട്രാക്റ്റ്. എന്നിട്ട് ഗായ്സ് നമുക്ക് ഒരു ബ്ലെൻഡർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് ഇടാം. എന്നിട്ട് നല്ലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ ഗായ്സ് എനിക്ക് നല്ല പനിയൊക്കെയാണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും സൗണ്ടിൽ വ്യത്യാസം ഉണ്ടാവാം. പിന്നെ അത് മാത്രമല്ല, എനിക്കിപ്പോൾ ബ്രീത്ത് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് നമ്മൾ നല്ല ബ്ലെൻഡ് ചെയ്ത് വെച്ച ബിസ്കോഫിൻ്റെ ആ ഒരു പൗഡർ നമ്മൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് ഇട്ടെടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബട്ടറും കൂടി മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം പ്രസ് ചെയ്ത് വെച്ചെടുക്കാം. അതാണ് നമ്മളെ ബേസ്. എന്നിട്ട് അതെന്താക്കാം, നമുക്കൊന്ന് ഒരു 5 മിനിറ്റ്സ് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒഴിക്കാനുള്ള ഒരു ചീസ് നമ്മൾ റെഡി ആക്കണമല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ബ്ലെൻഡർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ പനീർ ഇട്ടെടുക്കാം. പിന്നെ മിൽക്ക് മെയ്ഡ്, ഫ്രഷ് ക്രീം, ബട്ടർ, വാനില എക്സ്ട്രാക്റ്റ് ഇതെല്ലാം കൂടി ഇട്ടാൽ, പിന്നെ വേണമെങ്കിൽ ഇത്തിരി മിൽക്ക് ഒഴിച്ചെടുക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ഒഴിക്കേണ്ടതിനും, അത് ഒഴിക്കുമ്പോൾ ഒന്നും കൂടി വാട്ടറി ആയിപ്പോവും നമ്മളെ ഒരു ചീസിൻ്റെ ഒരു ബാറ്റർ. എന്നിട്ട് നമുക്കത് ഉണ്ടാക്കാം, ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നേരത്തെ റെഫ്രിജറേറ്ററിൽ വെച്ച ആ ഒരു ബേസ് ഉണ്ടല്ലോ, അത് പിന്നെ എടുത്തിട്ട് അതിലേക്ക് ഈ ചീസിൻ്റെ ഈ ഒരു കോട്ടിങ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല വെള്ളമായിപ്പോയിട്ടോ ഗൈസ്. ഇത് ഞാൻ രണ്ടാമത്തെ വട്ടം ഉണ്ടാക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ വട്ടം ഉണ്ടാക്കിയപ്പോൾ ഒന്നും കൂടി വെള്ളമായ മാതിരി എനിക്ക് തോന്നി. ഒന്നുകൂടി കട്ടിയാവും. ഇതിൻ്റെ അത് കുറച്ച് വെള്ളം ഒഴിക്കണം. പിന്നെ നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി. ആ മിൽക്ക് ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അത് നമുക്ക് എന്താക്കാം, ഫ്രിഡ്ജിൽ വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സ്പ്രെഡായിട്ട് ഉണ്ടാക്കുന്നത്. അത് ഭയങ്കര ഈസിയാണ്. ഈ ബിസ്കോഫ് ഇടുക, പിന്നെ ഇത്തിരി സോൾട്ട് ഇടുക. അതിൽ കാണിച്ചില്ല കേട്ടോ ഞാൻ സോൾട്ട് ഇടണത്. പിന്നെ ബട്ടർ ഒഴിക്കുക, മെൽറ്റഡ് ബട്ടർ ഉണ്ടല്ലോ അത് ഒഴിക്കുക. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്താൽ മതി. വാനില എക്സ്ട്രാക്റ്റ്, മിൽക്ക് മെയ്ഡ്, ഇത്തിരി പാലും. എന്നിട്ട് എന്തൊക്കെ നല്ല ബ്ലെൻഡ് ചെയ്താൽ നമുക്ക് ആ ഒരു സ്പ്രെഡ് ഇട്ടിട്ടോ ഗൈസ്. എന്നിട്ട് ഗൈസ് നമ്മൾ ഈ ബിസ്കോഫിൻ്റെ ഈ സ്പ്രെഡ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ചീസിൻ്റെ ആ ഒരു ബാറ്ററിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഗൈസ് അതിൻ്റെ സ്പ്രെഡ് കുറച്ച് ലേറ്റാട്ടോ, കാരണം മിൽക്ക് അത്യാവശ്യം ഒഴിച്ചത് കൊണ്ട് തന്നെ ലേറ്റായിട്ടാണ് ഉള്ളത്. എന്നിട്ട് അതെന്തൊക്കെ നമുക്കൊന്ന് അതിലേക്ക് ഒഴിച്ചെടുക്കാം. കാരണം നമ്മളത് ആ ഒരു ചീസിൻ്റെ ആ ഒരു ഭാഗം നല്ലോണം റെഡി ആയിട്ടില്ലേനു, കാരണം കുറച്ച് നേരമല്ലേ ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ബിസ്ക്കറ്റിൻ്റെ പിന്നെ ഇതാ ഗൈസ് നമ്മൾ മറ്റേ ബിസ്കോഫിൻ്റെ ആ ഒരു പൗഡർ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വെച്ച് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഇത് ഫ്രിഡ്ജ് വെച്ചിട്ട് പിന്നെ എടുക്കുന്നത് ഒരു 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ്. കസിൻസൊക്കെ വന്നാൽ പെട്ടെന്ന് എടുത്തതാണ്.